വത്തിക്കാനിലെ സിനഡ് കാര്യാലയത്തിൽ 4 സ്ത്രീകളെ കൗൺസിലർമാരായി നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പരമാചാര്യ ശുശ്രൂഷയുടെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം രചിച്ചു. പരിശുദ്ധ പിതാവിനെ ഉപദേശിക്കാൻ പോൾ ആറാമൻ മാർപ്പാപ്പയാണ് 1965 മെത്രാന്മാരുടെ സിനഡ് സ്ഥാപിച്ചത്. അതിൻ്റെ കേന്ദ്ര കാര്യാലയത്തിൽ ഇതുവരെ വനിതകൾ നിയമിതരായിട്ടില്ല. ഫ്രാൻസിസ് പാപ്പയുടെ നടപടി സാർവത്രികമായി സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു അൽമായ വനിതയെയും 3 സമർപ്പിതരെയുമാണ് പരിശുദ്ധ പിതാവ് സിനഡ് കാര്യാലയത്തിൽ കൗൺസിലർമാരായി നിയമിച്ചിട്ടുള്ളത്. ഇവരിൽ 2 പേർ ഇറ്റലിക്കാരും ഒരാൾ സ്പെയിൻകാരിയും മറ്റൊരാൾ ഫ്രഞ്ചുകാരിയുമാണ്. സോഷ്യോളജി പ്രൊഫസറായ ചെച്ചിലിയ കോസ്റ്റയും ഇക്കണോമിക്സ് പ്രൊഫസർ സിസ്റ്റർ അലസാത്രസ് മെരിയയുമാണ് ഇറ്റലിക്കാർ. സിസ്റ്റർ മരിയ ലൂയിസ ബെർസോസ സ്പെയിൻകാരിയും സിസ്റ്റർ നദാലി ബക്കർ ഫ്രഞ്ചുകാരിയുമാണ്. സിനഡുകളെ സ്വാധീനിക്കാത്ത വിധത്തിൽ വനിതകൾക്ക് ഇത്തരത്തിലൊരു സ്ഥാനം ലഭിച്ചത് സ്വാഗതാർഹമാണെന്ന് വോയിസ് ഓഫ് ഫെയ്ത്ത് നേതാവ് സുസന്ന ഫിലോസോഫ്സ് അഭിപ്രായപ്പെട്ടു. സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരവും പങ്കാളിത്തവും വേണമെന്നും വാദിക്കുന്ന പ്രസ്ഥാനമാണ് വോയിസ് ഓഫ് ഫെയ്ത്ത്. സിനഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന്റെ ആദ്യപടിയാകട്ടെ ഈ നിയമങ്ങളെന്നും ഫിലോസ്ക പ്രത്യാശിച്ചു. ആമസോൺ മേഖലയ്ക്കായുള്ള പ്രത്യേക സിനഡ് ഒക്ടോബർ 6 മുതൽ 27 വരെ നടക്കുകയാണ്. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മേഖലയിലെ പരിസ്ഥിതി നാശവും വൈദിക ക്ഷാമവുമാണ് പ്രധാനമായും ഈ സിനഡ് ചർച്ച ചെയ്യുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്യാന ന്യൂസ്.